ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, സ്ലീഹ നോമ്പിൻ്റെ കാലഘട്ടങ്ങളിലൂടെ നാം കടന്നു പോവുകയാണല്ലോ. 12 സ്ലീഹന്മാരുടെയും അതോടൊപ്പം തന്നെ പൗലോസ് സ്ലീഹയുടെയും ഓർമ്മകൾ ആഘോഷിക്കപ്പെടുന്ന ഈ സ്ലീഹ നോമ്പ് കാലഘട്ടം വിശുദ്ധന്മാരോട് ചേർന്നിരുന്ന് നാം അവരുടെ മധ്യസ്ഥയിൽ അഭയപ്പെട്ട് പ്രാർത്ഥിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നത് നോമ്പ് കാലഘട്ടത്തിൽ ഏറ്റവും അനുഗ്രഹപ്രദമായ ഒരു കാര്യമാണ്. ഈ ദിവസങ്ങളെല്ലാം നമുക്ക് ഓരോ സ്ലീഹന്മാരുടെ ജീവചരിത്രത്തിലൂടെ നമുക്ക് മുന്നോട്ട് പോകാം. ഇന്ന് നാം പരിചയപ്പെടുന്ന വിശുദ്ധ ശിമയോൻ സ്ലീഹയാണ്. ശിമയോൻ എന്ന പേരിൻ്റെ അർത്ഥം ദൈവം കേൾക്കുന്നു എന്നാണ്. സുവിശേഷകന്മാരായ മത്തായി സ്ലീഹയും മർക്കോസ് സ്ലീഹയും ഇദ്ദേഹത്തെ കനാനായൻ എന്നും ലൂക്കോസ് സ്ലീഹയും അപ്പോസ്തല പ്രവൃത്തികളും ഇദ്ദേഹത്തെ സീലോട്സ് എന്നും വിളിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ ആദ്യ അത്ഭുതമായ വെള്ളത്തെ വീഞ്ഞാക്കിയ ആ അത്ഭുതം നടന്ന് ഇദ്ദേഹത്തിൻ്റെ ജന്മനാട്ടിൽ വെച്ചാണ്. ഈ അത്ഭുതത്തിൽ ആകർഷനായ ശിമയോൻ യേശുവിനെ അനുഗമിക്കുകയും 12 അപ്പോസ്തലന്മാരിൽ ഒരാളെ തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തെന്ന് പറയപ്പെടുന്നു. യേശുവിൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച ശിമയോൻ ദൈവവചനം പ്രഘോഷിക്കുവാൻ ആരംഭിച്ചു. അദ്ദേഹം ആദ്യം ഈജിപ്തിലും ആഫ്രിക്കയിലും സുവിശേഷം പ്രസംഗിച്ചു. പിന്നീട് മൗറിറ്റാനിയ, ലിബിയ എന്നിവിടങ്ങളിൽ യാത്ര ചെയ്തു. തുടർന്ന് വിശുദ്ധ യൂദ തദേവൂസ് സ്ലീഹയോടൊപ്പം പേർഷ്യ, അർമേനിയ, സിറിയ എന്നിവിടങ്ങളിൽ ക്രിസ്തുവിൻ്റെ സുവിശേഷം എത്തിച്ചു. ഇരുവരും ഒരുമിച്ച് യാത്ര ചെയ്ത് വിജാതീയരായ ജനങ്ങളുടെ ഇടയിൽ യേശുവിൻ്റെ രാജ്യം വിതച്ചു. വിശുദ്ധ ശിമയോൻ്റെ പ്രസംഗത്താൽ അനേകർ ക്രിസ്തുവിൽ വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്തു. വിശുദ്ധ ശിമയോൻ്റെ രക്തസാക്ഷ്യത്തെക്കുറിച്ച് പ്രബലമായ 2 പാരമ്പര്യമാണ് ഉള്ളത്. ഒന്നാമത്, അദ്ദേഹം പേർഷ്യയിൽ വെച്ച് ക്രൂരമായി പീഡിപ്പിക്കപ്പെടുകയും ശിരച്ഛേദനം ചെയ്യപ്പെടുകയും ചെയ്തുവെന്നാണ്. രണ്ടാമത്, അർമേനിയയിലെ സുവാനിയ എന്ന പ്രദേശത്ത് വെച്ച് വിശ്വാസത്തിനു വേണ്ടി രക്തസാക്ഷി എന്നാണ് ചില രേഖകൾ പ്രകാരം അദ്ദേഹത്തെ 2ആയി മുറിച്ച് കൊലപ്പെടുത്തിയെന്നും പറയപ്പെടുന്നു. ഇതിനാൽ ക്രിസ്തീയ ചിത്രങ്ങളിലെല്ലാം വാൾ അല്ലെങ്കിൽ രക്തസാക്ഷ്യത്തിൻ്റെ ചിഹ്നമായ കത്തി പിടിച്ചിരിക്കുന്ന രൂപത്തിലാണ് അദ്ദേഹത്തെ ചിത്രീകരിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ തിരുശേഷിപ്പുകൾ റോമിലെ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിലും ഫ്രാൻസിലെ ടുലൗസ് നഗരത്തിലുമായി സൂക്ഷിച്ചിരിക്കുന്നു. വിശുദ്ധ ശിമയോൻ സ്ലീഹ ദൈവത്തോടുള്ള അഗാധമായ തീക്ഷ്ണതയുടെ മാതൃകയായതിനാൽ വിശ്വാസത്തിൻ്റെ തണുത്തുപോയവരുടെ പുനർജീവനത്തിനും ദൈവിക തീക്ഷ്ണതയെ പ്രാപിക്കുന്നതിനും സഭയുടെ ഐക്യത്തിനും വേണ്ടി വിശ്വാസികൾ അദ്ദേഹത്തിൻ്റെ മധ്യസ്ഥത തേടുന്നു. കൂടാതെ നിരാശരായവരുടെയും പ്രയാസങ്ങളകപ്പെട്ടവരുടെയും മധ്യസ്ഥനായും അദ്ദേഹം അറിയപ്പെടുന്നു. ഒക്ടോബർ മാസം 28-ാം തീയതിയും മെയ് മാസം 10-ാം തീയതിയും ഇദ്ദേഹത്തിൻ്റെ പെരുന്നാളുകൾ വിവിധ സഭകൾ വിവിധ സമയങ്ങളിൽ ആഘോഷിക്കുന്നു. വിശുദ്ധനായ ശിമയോൻ സ്ലീഹയുടെ മധ്യസ്ഥയിൽ നമുക്ക് അഭയപ്പെട്ട് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം തലകള വണക്കാം, കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ അത്യധികമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗത്തിലെ വാഴ്ത്തപ്പെട്ട പരമതമ്പുരാനെ, നിൻ്റെ ദാസനായ വിശുദ്ധ ശിമയോൻ സ്ലീഹയുടെ മധ്യസ്ഥയിൽ അഭയപ്പെട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ ശിമയോൻ സ്ലീഹായെ യേശുനാഥൻ തൻ്റെ ആദ്യ അത്ഭുതം പ്രവർത്തിച്ച സ്ഥലത്ത് നിന്ന് വിളിക്കപ്പെടുകയും തീഷ്ണതയുടെ ആത്മാവോടെ ക്രിസ്തുവിനെ അനുഗമിക്കുകയും ചെയ്ത ധന്യനായ വിശുദ്ധ ശിമയോൻ സ്ലീഹായെ രക്തസാക്ഷികളുടെ നാഥനായ യേശുക്രിസ്തുവിൻ്റെ സന്നിധിയിൽ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. കർത്താവിനോടുള്ള അങ്ങയുടെ ആ തീഷ്ണത ഞങ്ങളുടെ ഹൃദയങ്ങളിലും കത്തിജ്വലിക്കുവാനും ലൗകികമായ ആഗ്രഹങ്ങൾ മുഴുകി ആത്മീയത മറന്നുപോകുന്ന ഞങ്ങളുടെ ജീവിതങ്ങളിൽ ദൈവത്തോടുള്ള അഭിനിവേശത്തിൻ്റെ പൊതുജീവൻ പകരുവാനും വിശ്വാസത്തിൽ ഇളകിപ്പോകുമ്പോൾ ഞങ്ങളെ ഉറപ്പിക്കുവാനും പരീക്ഷണങ്ങൾ തളരുമ്പോൾ ഞങ്ങളെ ഉണർത്തുവാനുമായി ഞങ്ങൾക്ക് വേണ്ടി കർത്താവിൻ്റെ സന്നിധിയിൽ അഭയയാചന നടത്തണമേ. അങ്ങയുടെ മധ്യസ്ഥതയാൽ ഞങ്ങളുടെ സഭയിൽ ഐക്യവും സമാധാനവും നിലനിൽക്കട്ടെ. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സുവിശേഷം പ്രഘോഷിക്കുന്ന ഞങ്ങളുടെ സുവിശേഷകർക്കും വൈദികർക്കും മെത്രാപ്പൊലീത്തമാർക്കും മിഷണറിമാർക്കും കരുത്തു പകരണമേ. അങ്ങ് പേർഷ്യയിലും അർമേനിയയിലും എന്ന പോലെ ഞങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ക്രിസ്തുവിൻ്റെ സാക്ഷികളാൽ ഞങ്ങളെ പ്രാപ്തരാക്കുവാൻ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. അങ്ങ് രക്തസാക്ഷിത്വത്താൽ മുദ്രവെച്ച ആ വിശ്വാസത്തിൽ ഞങ്ങളും അവസാനം വരെ ഉറച്ചു നിന്ന് സ്വർഗീയ രാജ്യത്തിൽ അങ്ങയോടൊപ്പം മറ്റ് സ്ലീഹന്മാരോടും ഒപ്പം ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ. ആമേൻ.